കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ്സുകളിലായിട്ട് പോളിനോമിയലിൻ്റെ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ എന്നിവ പഠിച്ചു. അതുപോലെ തന്നെ പോളിനോമിയലിനൊരു ഡെഫിനിഷൻ പഠിച്ചു. പിന്നെ എന്താണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, എന്താണ് തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുണ്ടായി, നമുക്ക് പോളിനോമിയലിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിവ വളരെ ലളിതമായിട്ടൊന്ന് ഞാൻ പറഞ്ഞു പോകും. പിന്നെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പേരുകൾ പറയുന്നു. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ 10th സ്റ്റാൻഡേർഡിലാണെങ്കിലും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയാലും തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയാലും ഫോർത്ത് ഡിഗ്രി ആയാലും അതെങ്ങനെ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് പോളിനോമിയലിൻ്റെ സബ്ട്രാക്ഷൻ, അഡീഷൻ, അതുപോലെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് വരുന്നു എന്ന് ഞാൻ ലളിതമായിട്ടൊന്ന് പറയാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോളിനോമിയലിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ ആദ്യം നോക്കാം. അപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് പോളിനോമിയലിനെ ആഡ് ചെയ്യാനോ, പോളിനോമിയൽ നിങ്ങൾക്കറിയാം അതിനകത്ത് വേരിയബിൾ ഉണ്ടാകും. അപ്പോൾ വേരിയബിൾ വരുന്ന നമ്പേഴ്സിനെ, അതിപ്പോൾ ടേംസ് ആയാലും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയാലും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും ഏതായാലും അത് ആഡ് ചെയ്യണമെങ്കിൽ ലൈക്ക് ടേംസിനെ മാത്രമേ ആഡ് ചെയ്യാനോ സബ്ട്രാക്റ്റ് ചെയ്യാനോ പറ്റുകയുള്ളൂ. അതിപ്പോൾ എക്സാമ്പിൾ 4x വരുന്നു, അതിനോട് നമുക്ക് 5x ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എക്സിനെ കോമൺ ആയിട്ട് എഴുതുകയും പിന്നെ 4ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് 9 എഴുതിയാൽ മതി. അപ്പോൾ ഈ സെയിം ടൈം 4x വരുന്നുണ്ട്, അതുപോലെ തന്നെ 5y വരുന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമുക്ക് 4x + 5y എന്ന് തന്നെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഈസി ആയിട്ട് എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാറുള്ളത്, നിങ്ങൾ വേരിയബിളിനെ പ്രോഡക്റ്റായിട്ട് കരുതുക. ഇപ്പോൾ എക്സാമ്പിൾ ഇത് നമുക്ക് മാംഗോ എന്നിരിക്കട്ടെ, ഇതിനെ മാംഗോ എന്നും, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നതിനെ ഞാനിപ്പോൾ മറ്റൊരു ഫ്രൂട്ടോ അല്ലെങ്കിൽ പെൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത് മാംഗോയും പെന്നുമാണ്. അപ്പോൾ നമുക്കിതിനകത്ത് 4 മാംഗോ + 5 മാംഗോ എന്ന് പറയുമ്പോൾ M സ്റ്റാൻഡ്സ് ഫോർ മാംഗോ, ഞാനങ്ങനെ വെറുതെ എടുത്തതാ. അപ്പോൾ അതിന് നമുക്ക് 9 മാംഗോ എന്ന് നമുക്ക് പറയാം, സിമ്പിളാണ്. പക്ഷേ ഇവിടെ 4 മാംഗോ + 5 പെൻ എന്ന് വന്നാലോ, 5 പെൻ എന്ന് വന്നാലോ നിങ്ങൾക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. 4 മാംഗോയും 5 പെന്നും ഒരു ബോക്സ് വെച്ചിട്ട് 4 മാംഗോ 5 പെൻ എന്ന് പറയാൻ പറ്റും. 4 മാംഗോ 5 പെൻ, 4 മാംഗോ + 5 പെൻ അത് പറയാം. 4 5 അല്ലെങ്കിൽ 9 മാംഗോ പെൻ എന്ന് പറയാൻ പറ്റുമോ? 9 മാംഗോ പെൻ എന്ന് പറയാൻ ഒക്കത്തില്ല അല്ലേ? അത് 4 മാംഗോ + 5 പെന്നാണ്, അത് സെപ്പറേറ്റ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വേരിയബിളിനെ നിങ്ങൾക്ക് ലൈക്ക് ടേംസ്, അൺലൈക്ക് ടേംസ് എന്നുള്ള ആ ഒരു ഡിഫിക്കൽട്ടി വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ ഒരു പ്രോഡക്റ്റായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ മാത്സിനെ വലിയ കാര്യങ്ങളായിട്ട് പഠിക്കരുത്. അതിനെ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനെ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ ഏത് വേരിയബിൾ വന്നാലും രണ്ടും സെയിം ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ ആഡ് ചെയ്യാനോ സബ്ട്രാക്റ്റ് ചെയ്യാനോ പറ്റും. എക്സാമ്പിൾ നിങ്ങൾക്ക് സബ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ 5x - 4x ആണെങ്കിൽ നിങ്ങൾക്കതിനെ 1x എന്ന് സബ്ട്രാക്റ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കുറച്ച് കാര്യങ്ങളൂടി പഠിക്കാം. ഇപ്പോൾ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ 5xy² വന്നു, ഇവിടെ നമുക്ക് +5y² എന്ന് എഴുതിയാലും നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഓർഡർ ഡിഫറൻ്റ് ആയാലും നമുക്ക് അത്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ 5 × 4, ഇതെല്ലാം വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ്. പറയുമ്പോൾ ഇങ്ങനെ ക്ലാസ്സിലാണെങ്കിൽ 2-3 മണിക്കൂർ പറഞ്ഞിട്ട് പോകാം. വീഡിയോസ് ഇട്ടിടുമ്പോൾ അങ്ങനെ ഇടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ 5 × 4 എന്ന് പറയുന്നത് 4 × 5 തന്നെയാണ്. രണ്ടിൻ്റെയും ആൻസർ സെയിം തന്നെയാണ്, 20. ഇപ്പോൾ ഈ ഓർഡർ നോക്കണ്ട, പക്ഷെ പവേഴ്സ് നോക്കുക, വേരിയബിൾ നോക്കുക. ഇവിടെയും ഉണ്ട് y² ഉണ്ട്, അതുപോലെ ഇവിടെയും x ഉണ്ട്, ഇവിടെയും x ഉണ്ട്. ഓക്കെ, അത് രണ്ടും സെയിം ആണ്. അപ്പോൾ 10 എഴുതിയിട്ട് കോമൺ ആയിട്ട് ആ എന്താണ് അതിൻ്റെ വേരിയബിൾ പാർട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ നമുക്ക്
ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിഗ്രി വന്നാലും സെക്കൻഡ് ഡിഗ്രി വന്നാലും എത്ര ഡിഗ്രി വന്നാലും ഈ ഒരു എന്താ പറയുക ലോജിക്കിൽ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ വേരിയബിൾസ് സെയിം ആണോ നോക്കുക. വേരിയബിൾസ് സെയിം ആയ നമ്പേഴ്സിനെ, അതായത് ലൈക്ക് ടേംസിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്റ്റ് ചെയ്യാനോ പറ്റും. മറക്കരുത് ആ വേർഡ് ലൈക്ക് ടേംസ്, അൺലൈക്ക് ടേംസ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മാംഗോ പെൻ എന്നതുപോലെയാണ്. സെയിം ആയിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റിനെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് സെയിം ആണ് 5 മാംഗോ പ്ലസ് 5 മാംഗോ ഈക്വൽ ടു 10 മാംഗോ. പക്ഷേ 5 മാംഗോ പ്ലസ് 5 പെൻ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, സബ്ട്രാക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ആ ലോജിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതലായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ ഡിവിഷൻ ആണെങ്കിലോ നിങ്ങൾ ഒന്നും ഓർക്കണ്ട, നോർമലായിട്ട് ചെയ്യും പോലെ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 2y ആയാലും, അതായത് അവിടെ നിങ്ങൾക്ക് ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് ഒന്നുമില്ല, നിങ്ങളെല്ലാം തമ്മിലങ്ങ് പ്രോഡക്റ്റ് കണ്ടാൽ മതി. 5 × 2 10 ആണ്. പിന്നെ അതുപോലെ XY എഴുതുക. ഇനി ഡിവിഷൻ ആണെങ്കിലോ ഞാൻ കൂടുതൽ പറയുന്നില്ല. 5x ഇപ്പോൾ 10y ആണെങ്കിൽ നിങ്ങൾക്ക് എക്സും വൈയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇത് രണ്ടുമായിട്ട് കട്ട് ചെയ്യാം, 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ x/2y എന്നെഴുതാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയി. നിങ്ങൾക്കിനി ഇതിനകത്ത് ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് ഡൗട്ട് ഉണ്ടോ ചോദിക്കൂ. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏതാ ഈ നമ്മുടെ പോളിനോമിയലിൻ്റെ ആൽജിബ്രയിലെ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ചോദിക്കൂ. എന്ത് ചോദിച്ചാലും. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് പവർ റൂൾസ്, എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ് എന്ന പോർഷൻസ് കൂടെ കയറി വരുന്നുണ്ട്. കാരണം അത് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി പറയാം. എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ് എങ്ങനെയാണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. 5x² ഇൻറ്റു 8x⁻10 വന്നു എന്നിരിക്കട്ടെ. ഇത് നിങ്ങൾ ചെയ്യണമെങ്കിൽ എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ് അറിയണം. നിങ്ങൾക്കറിയാം എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ് നമ്മൾ പഠിച്ചു. a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് 5 × 8 40 എന്ന് എഴുതും. എക്സ് എന്ന് പറയുന്നത് ബേസ് സെയിം ആണ്. ഇവിടെ എ മീൻസ് ബേസ് സെയിം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ അതെന്താണ് 40x⁻12 എന്നാണ് ആൻസർ. അതുപോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 5x⁻8 വന്നു എന്നിരിക്കട്ടെ, അതുപോലെ 5x⁻2 വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്കറിയാം ഡിവിഷൻ വരുമ്പോൾ a⁻m/a⁻n എന്ന് വെച്ചാൽ അത് a⁻m−n ആകുമെന്ന് അറിയാം. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 5 കോമൺ ആയിട്ട് എഴുതുക. അതുപോലെ നമ്മുടെ എ എന്ന് പറയുന്നത് അത് വേരിയബിൾ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വേരിയബിൾ പാർട്ട് എക്സ് ആണ്. അതിൻ്റെ മേളിൽ എം എന്ന് പറയുന്ന 8ഉം അതുപോലെ 2ഉമായിട്ട് സബ്ട്രാക്ട് ചെയ്ത് 5x⁻6 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആകണ്ട. ഇതെല്ലാം പഠിക്കാനുണ്ടോ? ഞാൻ പഴയ പഠിച്ച കാര്യങ്ങളെ ഓർപ്പിക്കുക. ഇതൊന്നും നമ്മൾ 6th-ലോ 5th-ലോ പഠിക്കുന്ന പോർഷനാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് ഓർമ്മയിൽ വരുത്തിയെന്ന് മാത്രം. പക്ഷേ നിങ്ങൾക്ക് ഇനി എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ നമുക്ക് എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ് 2 days കൊണ്ട് പഠിക്കാവുന്ന ഒരു കംപ്ലീറ്റ് പോർഷൻ, എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ലെവലിലെ പോർഷൻസ് നമുക്ക് 2 days കൊണ്ട് ചെയ്യാം. ഞാൻ അതിനെ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കിപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലേക്ക് പോകാം. കാരണം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിലേക്ക് പോർഷനാണ്. അപ്പോൾ അത് കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരാളിങ്ങനെ കണ്ടിന്യൂസ് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അധികം വ്യൂവേഴ്സൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയും വാച്ച് ചെയ്യാൻ പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഏതെങ്കിലും പോർഷൻസ് ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്. ഏതെങ്കിലും പോർഷൻസ് ബേസിക് പോർഷൻസ്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ 11th-ഓ 12th-ഓ ക്ലാസ് എടുക്കുന്ന ടൈമിൽ അവർക്ക് ഒരു പോർഷൻ, ഇപ്പോൾ പോളിനോമിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻസ് ഡൗട്ട് വരുവാണെങ്കിൽ ഞാൻ പറയും ഓക്കെ യൂട്യൂബിലുണ്ട്, അത് കണ്ടുപഠിക്കുമെന്ന് പറയും. അങ്ങനെ മാത്രമാണ്. ഇപ്പോൾ സിമ്പിൾ സിസ്റ്റം ഒക്കെ എല്ലാവർക്കും ഡൗട്ട് വരുന്നതാണ്. സിമ്പിൾ സിസ്റ്റം വളരെ ഈസി ആയിട്ട് ഞാൻ പഠിപ്പിച്ച വീഡിയോസ് ഉണ്ട്. ഞാനത് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കാണുക. ഓക്കെ, നമുക്കപ്പോൾ സെക്കൻഡ് ഡിഗ്രിയിലേക്ക് പോകാം. അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് ഞാൻ അതിനെ സെക്കൻഡ് ഡിഗ്രി
പോളിനോമിയൽ. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയാം ax² പ്ലസ് bx പ്ലസ് c. നമ്മളിതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സ്കൂൾ ക്ലാസ്സുകളായാലും അതുപോലെ +1 +2 നിങ്ങൾക്കിത് ഈ ഒരു ബന്ധപ്പെട്ട സംഭവം വരുമ്പോൾ നമുക്കതിനെ ഡൗട്ട് വരാനുള്ള മെയിൻ കാരണം നിങ്ങളിത് പല പേരുകളിൽ പഠിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്കിതിനെ ഇതിനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതുകൊണ്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ സെയിം പോർഷനെ തന്നെ നിങ്ങൾ പഠിക്കുന്നു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പഠിക്കുന്നു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഞാനിത് എഴുതാൻ നിൽക്കുവാണെങ്കിൽ ഒത്തിരി ടൈം വേണം. അപ്പോൾ ഞാനിതിനെ ഷോർട്ട് ഫോമേ ഇനി അങ്ങോട്ട് എഴുതുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ഫോം. പക്ഷെ അവിടെ നമ്മൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ ഒരു ഇക്വേഷനായിട്ട് മാറ്റുന്നു. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു സിമ്പൽ വേണം, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും വേണം. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ടുള്ള ആ ഒരു ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ മറ്റൊരു പേരിൽ പറയുന്നുണ്ട്. അതിനെ പറയുന്ന പേര് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അതും സെയിം തന്നെയാണ് ax² പ്ലസ് bx പ്ലസ് c = 0. നോക്കിയേ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പഠിക്കുന്നു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് =0 വരുന്നില്ലെന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, അത് തന്നെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി അപ്പോൾ ചോദിക്കാം, എന്താണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്താണ്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് മറ്റൊന്നുമല്ല, ഈ പോളിനോമിയലിനെ f(x) എന്നെഴുതുന്നു. ഫംഗ്ഷൻ ഓഫ് എക്സ് ax² പ്ലസ് bx പ്ലസ് c. അതായത് ഈ എക്സ് ഇവിടെ y ആണെങ്കിൽ ഇവിടെ y എഴുതുക. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം, ഫങ്ഷൻസ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഓർക്കുക, നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ പോളിനോമിയൽ ഏതായാലും നമ്മളതിന് p(x) എന്നെടുക്കുന്നത് അത് സെക്കൻഡ് ഡിഗ്രി എന്നല്ല, തേർഡ് ഡിഗ്രി ആയാലും ഫോർത്ത് ഡിഗ്രി ആയാലും പോളിനോമിയൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വേരിയബിളാണ്. അത് എപ്പോഴും x ആയിരിക്കും എന്ന് കരുതരുത്. ഇവിടെ ഞാൻ bx പ്ലസ് c, ഇവിടെ x എടുത്തത് കൊണ്ട് x ആണ്, y ആണെങ്കിൽ y ആയിട്ട് മാറും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള മറ്റു കൂടുതൽ പോർഷൻസ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അതിനെ പറയുന്ന ഡിഫറൻറ്റ് പേരാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ എന്നോട് ചോദിച്ച ആൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോളിനോമിയൽ തന്നെയാണ്. അപ്പോൾ ഈ കണക്റ്റിംഗ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യുക. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്യുക മീൻസ് നമുക്കതിനെ ഫാക്ടേഴ്സ് കാണാം. ഫാക്ടേഴ്സ്, അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ നമുക്ക് 1 ഫാക്ടർ, സെക്കൻഡ് ഡിഗ്രിയിൽ 2 ഫാക്ടർ, തേർഡ് ഡിഗ്രിയിൽ 3 ഫാക്ടർ, ഫോർത്ത് ഡിഗ്രിയിൽ 4 ഫാക്ടർ എന്നിങ്ങനെ പോകും. ഫാക്ടേഴ്സ് കാണാൻ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഫാക്ടറൈസേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്, LCM കാണാനൊക്കെ ഫാക്ടേഴ്സ് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഈ പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. പല മെത്തേഡ് ഉണ്ട്. സ്പ്ലിറ്റിംഗ് മിഡ് ടേം ഒക്കെ വളരെ ഈസി മെത്തേഡ്സ് ആണ്. നമുക്കപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പഠിക്കാം. മൊത്തം ഒരൊറ്റ വീഡിയോ ഇട്ടിട്ടാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ പഠിക്കാൻ ബേസിക്സ് കുറഞ്ഞ കുട്ടികൾ ഇത് എപ്പോഴെങ്കിലും കാണുമ്പോൾ അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന ലെവലിലേക്ക് പോകാത്തത്. അതൊരു നമ്മുടെ ഇപ്പോൾ 3ാമത്തെ ക്ലാസ്, 4ാമത്തെയോ 4ാമത്തെ ക്ലാസ്സിൽ കുറച്ച് പറയാൻ പറ്റും. 5ാമത്തെ ക്ലാസ്സിൽ എന്തായാലും സ്പ്ലിറ്റിംഗ് മിഡ് ടേം മെത്തേഡ് നമ്മൾ പഠിക്കും. അധികം വെയിറ്റ് ചെയ്യേണ്ട, വിത്തിൻ 2 days.